അങ്ങോട്ടാക്കല്ലേ? ദേശീയപാതക്കരികിലെ ഓടയിൽ കാൽകുടുങ്ങി +1 വിദ്യാർത്ഥിനിക്ക് പരിക്ക്. കൊട്ടാരക്കര സ്വദേശിനി രുദ്ര ഷിബുവിനാണ് പരിക്കേറ്റത്. ഓടയ്ക്ക് മുകളിലുണ്ടായിരുന്ന ഇരുമ്പ് പൈപ്പ് തകർന്നിരുന്നു. അതിനുള്ളിൽ വിദ്യാർത്ഥിനിയുടെ കാലകപ്പെട്ടാണ് അപകടമുണ്ടായത്. കൊട്ടാരക്കര പുലമണിലാണ് സംഭവം. നിരവധി തവണ പരാതി പറഞ്ഞിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. സ്കൂളിൽ പിള്ളേരുടെ ഓട്ടോ കഴിച്ചിട്ട് തിരിച്ച് റിട്ടേൺ വരുമായിരുന്നു. റിട്ടേൺ വരുന്ന എന്റെ കൺമുന്നിലാണ് സംഭവിക്കുന്നത്. അതൊക്കെ അവിടുന്ന് ഓട്ടോ വിളിക്കാൻ ഇവിടെ വേറെ ഓട്ടോ ഉറപ്പുണ്ടായിരുന്നു. വിളിക്കാനായിട്ട് നടന്നു വന്നത് അതിന് ആ പൈപ്പിന്റെ ഇടയ്ക്ക് കാല് വീഴുകയായിരുന്നു. അത് വീണ് അതിന്റെ കാല് പിന്നെ യാതൊരു വിധത്തിലും എടുക്കാൻ പറ്റാത്ത അവസരം. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. ഞങ്ങൾ ഓട്ടോക്കാരും മറ്റു പിള്ളേരും എല്ലാവരും ആദ്യം ശ്രമിച്ചു നോക്കാൻ പറ്റിയില്ല. ഇത് ഒരു തവണ 2 തവണയൊന്നും അല്ല, ഇത് കുറേ തവണയായി ഈ പ്രശ്നം ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഒരുപാട് പ്രതിഷേധിച്ചു. എന്നിട്ടെല്ലാം ഇതുപോലെ ചെറിയ പൈപ്പുകൾ കൊണ്ടിട്ട് വെൽഡ് ചെയ്ത് ഇളക്കി ചെയ്യാതെ യാതൊരു വിധത്തിലും ഇത് പിന്നെ നേരെയാവുന്നതാണ്. ഇപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കാണാം, ഒരു വണ്ടി പോകുമ്പോഴേ ഈ പൈപ്പ് മൊത്തം കിടന്ന് ആടുക. ഈ സാധനം ഫുള്ള് ഇളക്കി ചെയ്യാതെ യാതൊരു വിധത്തില് ഇത് സ്ട്രോങ് ആകത്തില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ലാവ് വാർത്തില്ല. ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ നേരത്തെ ഒരു +2 പഠിക്കുന്ന ഒരു ചെറുക്കൻ വീണായിരുന്നു ഒരു 4-5 മാസം മുമ്പ്. അവൻ പയ്യനായിട്ട് രക്ഷപ്പെട്ട്. അവൻ പൈപ്പ് വെച്ചിട്ട് അകലം ഉണ്ടായിരുന്നു. അകലം ഉണ്ടായാലും അവൻ കാല് വലിച്ച് ഒരു രക്ഷപ്പെട്ട്. അന്ന് ചെറുക്കന്റെ കാലൊടിയുകയായിരുന്നു. പായത്തിനെ രക്ഷപ്പെട്ടതാവും. അതുപോലെ തന്നെ അല്ലാത്ത സാധാരണപ്പെട്ട ജനങ്ങൾ വന്നിട്ടുണ്ട്. പിന്നൊരു ബൈക്കുകാരൻ ഇതുപോലെ വഴിക്ക് വന്ന് ഫ്രണ്ട് ടയർ വീണ് കറങ്ങി അടിച്ചു വീണു. അതും പുള്ളി ഹെൽമെറ്റ് വെച്ചോണ്ട് പുള്ളി രക്ഷപ്പെട്ടു. തലയടിച്ചാ വീണത് അന്ന്. അറിയാമോ? ഇതിലെല്ലാം ഞങ്ങൾ ഒരുപാട് ഭാഗം പ്രതിഷേധിച്ചായിരുന്നു. പറയാനുള്ള ഇതോടെ പൈപ്പ് കൊണ്ടിട്ട് പീസ് പൈപ്പ് കൊണ്ടിട്ട് ബേല് മാത്രം ബെൽഡ് ചെയ്തിട്ടാണ് അത് നിൽക്കും. അവിടെ വലിയ വണ്ടികളാണ് വന്ന് തിരിച്ചിട്ട് പോകുന്നത്, ലോറികൾ. ആ ലോറികൾ വന്ന് തിരിച്ചിട്ട് പോകുമ്പോൾ അപ്പോഴേ ഒരു ഇളവാണ് സംഭവം. ഇതിന് വേണ്ട നടപടി അധികാരികൾ എടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ശക്തമായിട്ട് ഞങ്ങൾ പ്രതിഷേധിക്കുന്നു.